കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി നമ്മെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയിലെ പ്രിയമുഖം. സിനിമകളുടെ തിരക്കിനിടയിലും ചെണ്ടമേളത്തിനോടും ആനകളോടും ഒട്ടേറെ പ്രിയമുള്ള നടൻ. തൊട്ടപ്പുറത്തെ കഥാപാത്രങ്ങളെ വളരെ ലളിതമായി അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്കുപരി ജീവിതത്തിൽ വിനയം മുഖമുദ്രയാക്കിയ വ്യക്തി. മലയാള സിനിമയ്ക്കപ്പുറം തൻ്റെ സ്ഥാനമുറപ്പിച്ച, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പ്രിയപ്പെട്ട ജയറാം ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം. ദ നെക്സ്റ്റ് ഡോർ മാൻ എന്നുള്ള ക്യാരക്ടേഴ്സിനെ ചെയ്ത് മലയാളികളുടെ മനസ്സ് കീഴടക്കി. ഇപ്പോൾ ഓവർ ദി ഇയേഴ്സ് യു ഹവ് കം ടു മൂവീസ് ലൈക്ക് പൊന്നിയിൻ സെൽവൻ, രാമചന്ദ്ര ബോസ് ആൻഡ് കോ. ഒരു മേക്ക് ഓവർ ഫേസ് ഇല്ലേ? ഹൗ ഡു യു ലുക്ക് അറ്റ് ദിസ് ചേഞ്ച് ആൻഡ് ഹൗ ചലഞ്ചിങ് വാസ് ഇറ്റ്? 88 തുടക്കം. പത്മരാജ സാറിൻ്റെ അപരൻ എന്നുള്ള സിനിമയിലൂടെയാണ് തുടക്കം. അതിനുശേഷം മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരുടെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഹീറോ ആയിരിക്കുകയാണ്. ഐ മീൻ സത്യനന്ദിക്കാട്, കമൽ, രാജസേൻ, ഓർ ഐ വി ശശി, സിബി മലയിൽ, ഓൾ ഒരുപാട് പേര്. അപ്പോൾ ഇവരൊക്കെ എന്നെ തന്നെ റിപ്പീറ്റ് ചെയ്ത് സിനിമ ചെയ്തുകൊണ്ടിരുന്നു. സോ ഒരു 10-30 വർഷത്തോളം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കുടുംബ സദസ്സുകളിലുള്ള അവരിലേക്ക് കൂടുതൽ ഇറങ്ങി അതിലേക്ക് അത് കിട്ടിയത്. അത് അത്ര നല്ല ഡയറക്ടേഴ്സും അത്ര നല്ല ടെക്നീഷ്യൻസും അത്ര നല്ല കോ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാനായി. ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ അച്ഛനായിട്ട് ശങ്കരാടി ചേട്ടനുണ്ടാവും, എൻ്റെ അമ്മാവനായിട്ട് ഒടുവിലുണ്ടാവും, എന്നെ സഹായിക്കുന്ന വേറെ ആയിട്ട് മാമുക്കോയ ഉണ്ടാവും, ഇപ്പുറത്ത് ഇന്നസെൻ്റ് ഉണ്ടാവും, ഇപ്പുറത്ത് രാജൻ പി ദേവ് ഉണ്ടാവും, ഇപ്പുറത്ത് മുരളി ഉണ്ടാവും, ഇപ്പുറത്ത് തിലകൻ ചേട്ടനുണ്ട്, അങ്ങനെ ഇപ്പുറത്ത് ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, അങ്ങനെ ഫ്ലറിഷ്ഡ് ആയിരുന്നു സിനിമ. ഏത് ക്യാരക്ടേഴ്സിനും നമുക്ക് പ്ലേസ് ചെയ്യാവുന്ന ഒരുപാട് നല്ല അങ്ങനെ കമ്പയർ ചെയ്യാൻ പോലും വേറെ ലാംഗ്വേജിൽ പോലും ഒരു ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല. അത്ര ഇതായിരുന്നു. ഒരിക്കൽ മണിരത്നം അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മലയാളം ഒരു ഫ്ലറിഷാണ്, കാരണം എത്ര നല്ല ആക്ടേഴ്സാണുള്ളത്. അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ട്രാവൽ ചെയ്യാൻ പറ്റിയതാണ് ഈ സക്സസിൻ്റെ ഒക്കെ കാര്യം. ഓക്കെ. അതിനുശേഷം 2019 നമ്മുടെ കോവിഡൊക്കെ വന്ന സമയത്തായപ്പോൾ ഞാൻ ഒറ്റയ്ക്കെടുത്തൊരു ഡിസിഷനാണ്, മലയാളം ഇനി നല്ല പ്രോജക്റ്റ് വരികയാണെങ്കിൽ ചെയ്യുക. അതിന് വെയിറ്റ് ചെയ്യേണ്ടി വന്ന 1 വർഷമോ 2 വർഷമോ 3 വർഷമോ എത്ര വെയിറ്റ് ചെയ്തു. ആ ടൈമിലാണ് തെലുങ്കിൽ അല വൈകുണ്ഠപുരം എന്നൊരു സിനിമയിൽ ഓഫർ വരുന്നത്. സോ അങ്ങനെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് തെലുങ്ക്, തമിഴ്, കന്നഡ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുക. ഇടയ്ക്ക് നല്ലത് ഇപ്പോൾ ലാസ്റ്റ് എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു വന്ന്, അതൊരെണ്ണം ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ആശകളായിരം ഞാനും മോനും കൂടി ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് കുറേ കാലങ്ങൾക്ക് ശേഷം എന്നെ വളരെ എന്താ പറയുക, ഒരു ത്രില്ലടിപ്പിച്ചൊരു സ്ക്രിപ്റ്റായിരുന്നു. അത് ഞാനും മോനും തന്നെ ഒരു സിനിമ അങ്ങനെ ചെയ്യണം എന്ന് അങ്ങനെ ആഗ്രഹിച്ചു വന്നതല്ല, ആ സ്ക്രിപ്റ്റ് അത് അറിയിക്കുന്നുണ്ട്, അത് ഞങ്ങൾ രണ്ടുപേരും ചെയ്തെന്നുണ്ടാവുന്നു. സോ അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ജൂഡാണത് ചെയ്തിട്ടുള്ളത്, ജൂഡ് ആൻ്റണി ആൻഡ് പ്രജീത്ത് ഡയറക്ടർ. ഓക്കെ. അതാണിപ്പോൾ റിലീസാകാൻ പോകുന്ന നെക്സ്റ്റ് മലയാളം മൂവി. കന്നഡ ആഫ്റ്റർ ദറ്റ് കാന്താര വിത്ത് ശിവരാജ് കുമാർ അഗെയിൻ ബെയിൽ, ദറ്റ് മൂവി നെയിം. ആൻഡ് കന്നഡ തെലുഗു കുറേ സിനിമകൾ ചെയ്യുന്നുണ്ട്. തമിഴിൽ എനിക്കൊരു ത്രില്ലായിട്ട് പറയാനുള്ള കാര്യം, 3-4 സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനും ഊർവശിയും നായകനും നായികയായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം 20 വർഷത്തിന് ശേഷം ഇതെപ്പോൾ ഒരു സിനിമ ചെയ്യാൻ പറ്റും. നാളെ കാലത്ത് അതിൻ്റെ ഷൂട്ടിനാണ് പോകുന്നത്. അങ്ങനെ നോസ്റ്റാൾജിക് ആയിരിക്കും അല്ലേ അത് കാലത്തിലേക്ക്? കാരണം നിങ്ങളൊരു സ്റ്റാർ പേരല്ലായിരുന്നു, എത്ര സിനിമകളാണ് ഒരുമിച്ച്. ഒരുപക്ഷെ ഉർവശിക്ക് 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതും എൻ്റെ കൂടെ അഭിനയിച്ച സിനിമകളിലായിരിക്കും. അപ്പോൾ ഉർവശിനെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, അത്ര ഒരു കംഫർട്ടാണ് ജയറാമിൻ്റെ കൂടെ. ഈ മലയാളം മൂവിയിലെ ഒരു സട്ടിൽ വേ ഓഫ് ആക്ടിങ്ങിൽ നിന്ന് തെലുങ്ക്, തമിഴ്, അതിലേക്കൊരു ലൗഡ്, അതുപോലെ ലേറ്റസ്റ്റ്, ഇതിലും കൂടെ ക്ലബ് ചെയ്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ മകൻ്റെ കൂടെ അഭിനയിക്കുന്നു. മോഡേൺ ന്യൂ ജനറേഷൻ സിനിമകളുടെ കാലഘട്ടമാണല്ലോ, സാങ്കേതികതയും ഒക്കെ കൂടെ ചേർന്നിട്ട് യു ഹാവ് സീൻ ദി അതർ സൈഡ് ആസ് വെൽ. ഇല്ലേ, ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഹൗ ഡു യു ഫീൽ? അതിൻ്റെ ഒരു കംഫർട്ട് സോൺ എങ്ങനെയാണ്? ഈ ഷിഫ്റ്റ് എങ്ങനെ നോക്കി കാണുന്നു?
വാട്ട് ഈസ് ഇറ്റ് ദറ്റ് യുവർ എക്സ്പെർട്ടീസ് അങ്ങോട്ട് കൊടുക്കാനും തിരിച്ച് പുതിയ കുട്ടികളിൽ നിന്ന് ഇങ്ങോട്ടും ജൂഡ് ആൻ്റണിയെ പോലുള്ള യങ് ആൻഡ് വൈബ്രൻ്റ് അല്ലേ? ഹൗ ഡു യു ലുക്ക് അറ്റ് ദാറ്റ് കെമിസ്ട്രി? അല്ല, ഇപ്പോൾ പുതിയ തലമുറ മീൻസ് എൻ്റെ മകൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അവർ നടക്കുന്ന വഴിക്ക് അവരുടെ പുറകെ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇത്. കാരണം ഈ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളുടെ 100% അറിവ് അവർക്കാണുള്ളത്. ടെക്നിക്കലായാലും ബാക്കി കാര്യങ്ങളിലായാലും എല്ലാം. ഞാൻ എൻ്റെ മകനെ ഒരു ഉദാഹരണം പറഞ്ഞാണ് ആ പ്രായത്തിൽ ജനറേഷൻ. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇത് റൈറ്റ് ആണോ, അത് റോങ് ആണോ, അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. എൻ്റെ മോനും മോളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. പിന്നെ ഈ ആക്ടിങ്ങിൻ്റെ ഇത് നമ്മൾ ഓരോ ലാംഗ്വേജിൽ ചെല്ലുമ്പോഴും ഓരോ ഡയറക്ടേഴ്സും ആവശ്യപ്പെടുന്നത് ഓരോ ടൈപ്പായിരിക്കും. ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ്റെ മണിരത്നം ചോദിക്കുന്ന ഒരു ടൈപ്പായിരിക്കും, കാന്താരയിൽ പോകുമ്പോൾ ഋഷഭ് ഷെട്ടി ചോദിക്കുന്നത് വേറെ ടൈപ്പായിരിക്കും. ഇപ്പോൾ ഋഷഭ് ഷെട്ടി ഫസ്റ്റ് കാന്താരയിൽ എന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, ആകെ 4 ക്യാരക്ടേഴ്സേ ഉള്ളൂ. കാന്താര കണ്ടോ? കണ്ടു. ഒന്ന് ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടർ, ഒന്ന് ഈ കിങ്ഡമിൽ മഹാരാജാവ്, മകൻ, മകൾ, ആകെ 4 പേരുള്ളൂ, 4 ക്യാരക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഒരു നല്ല ക്യൂട്ടായിട്ടൊരു കുട്ടി അത് അപ്പൂപ്പൻ്റെ കൂടെ കാന്താര കാണാൻ പോകുന്നു, അവിടെ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റിൽ അവിടെ നിന്ന് ഒറ്റപ്പെട്ട് പോകുന്നു, ആ തീപ്പൊള്ളലേറ്റ് അവിടെ നിന്ന് വന്ന് തിരിച്ച് രാജ്യത്ത് വന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അധികാരം ഏറ്റെടുത്ത് അങ്ങനെ ആ ട്രാൻസ്ഫർമേഷനിൽ ഒരു കിങ്ങായിട്ട് തോന്നണം. അതിനുശേഷം ഒരു പാവപ്പെട്ടൊരു മഹാരാജാവ് മക്കളുടെ ഇതിന് പോലും വഴങ്ങി ജീവിക്കേണ്ടി വരുന്ന ഒരാൾ, എന്നാലൊരു ഒത്തിരി ഇതാണ്. അങ്ങനെ പോയി ഇൻ്റർവെല്ലിന് ശേഷം ഇതാണ് മെയിൻ വില്ലൻ എന്ന് തിരിച്ചറിയുന്ന ഒരു ഇതിലേക്ക് വന്നപ്പോൾ നിങ്ങളെ മാത്രമേ മനസ്സിൽ വന്നുള്ളൂ എന്ന് പറഞ്ഞു. സന്തോഷമുള്ള തീർച്ചയായും. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ വന്നത് സോപാനം വാദ്യസംഗമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആനപ്രേമവും ചെണ്ടമേളത്തോടുള്ള സ്നേഹവും ഇത് ഫേമസ് ആണ്. ജയറാം എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചേർത്ത് വെക്കാവുന്ന കാര്യങ്ങളാണല്ലോ. ഈ ചെണ്ടമേളത്തെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറയാമോ? എവിടെ മുതലാണ് ഈ പാഷൻ? ഇതെങ്ങനെ കൊണ്ടുപോകുന്നു ഈ തിരക്കുകൾക്കെല്ലാം ഇടയിലും ആനയിലേക്ക്? പിന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. 2 കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒന്ന് ചെണ്ടക്കാരനാവണം എന്നുള്ളത് ഭയങ്കര താല്പര്യം, അടുത്തത് ആനക്കാരനാവണം എന്നുള്ളത്. ഈ 2 ആഗ്രഹങ്ങൾ ഒരുപാടായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്കാലം തൊട്ടൊരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് എൻ്റെ വീട്, പെരുമ്പാവൂർ. സോ അവിടെ ഈ ചെണ്ട എന്ന് പറയുന്ന ഈ അസുരവാദ്യം ഇത് കേട്ട് എനിക്കൊരു ഗുരുനാഥൻ ഉണ്ടായിട്ടേ ഇല്ല തുടക്കത്തിൽ. എൻ്റെ വീട്ടിലെ ഡെസ്കും ബെഞ്ചും അതിൽ തന്നെയാണ്. അതിൽ കൊട്ടിയാണ് ഈ ഓരോ താളങ്ങളും. അതിനുശേഷം അവിടെ നിന്നായിരിക്കാം ഒരു പക്ഷേ ഈ ചെണ്ട ഭ്രാന്ത് തുടങ്ങിയത്. പിന്നെ കുട്ടിക്കാലത്തൊക്കെ ചെറിയ രീതിയിൽ പഠിക്കാനുള്ളതേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഇതൊരു പ്രൊഫഷനാക്കി കൊണ്ടു കിടക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇതിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പോഴും പല ഉത്സവപ്പറമ്പിലും ഇപ്പോൾ ഈ സിനിമയിലൊക്കെ വന്ന പിന്നെ പോയി നിന്നൊരു മേളം കേൾക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുന്നില്ല ആ തിരക്കിൽ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കൊട്ടാൻ പോയാൽ കുഴപ്പമില്ലോ, ഇതെനിക്ക് തന്നെ കേൾക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ഈ ആനപ്രാന്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊരു പെറ്റ് പേരൻ്റാണ്. പക്ഷേ പെറ്റ് പേരൻസിൻ്റെ ഒരു ഫോർ റണ്ണറായിട്ടാണ് ഞാൻ ശ്രീ ജയറാമിനെ കാണുന്നത്. കാരണം ഈ കോവിഡ് കഴിഞ്ഞിട്ടാണ് ഈ പെറ്റ്സിനോടുള്ള ഒരു മനുഷ്യൻ്റെ ഇത് വന്നു. പക്ഷെ അതിനൊക്കെ മുന്നേ ഒരു ആനയെ പ്രേമിക്കുക, ഒരു ആനയെ ഒരു പെറ്റ്, ഇപ്പം പെറ്റല്ലല്ലോ, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവർ, അല്ലേ? അങ്ങനെയല്ലേ ആൾക്കാർ കാണാം. എന്തൊക്കെ പെറ്റുണ്ട്? എനിക്കൊരു ഒറ്റ മോനേ ഉള്ളൂ. അതിനെ ഞാൻ അതിൻ്റെ സ്പീഷീസ് എന്ന് പോലും വിളിക്കില്ല, മോനെന്നേ പറയുള്ളൂ. എന്താണ്? ഓ, എൻ്റെ മോനാണ് അവൻ. അപ്പം അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരുപാട് ഞാനത് പോസ്റ്റ് കോവിഡായിട്ടാണ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഐ സീ ആസ് എ ഫോർ റണ്ണർ. അതും ആന പോലുള്ള ഒരു പെറ്റിനോട് ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനോടുള്ള സ്നേഹം, അതിനോടുള്ള പ്രേമം ഒന്ന് പറയുമോ? ഞാൻ ഈ ആനയെ വളർത്തിയിട്ടുള്ളത് മാത്രമാണ് ഒരുപക്ഷെ ജനങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നത്. കുട്ടിക്കാലത്ത് ഞാൻ വളർത്താത്ത സാധനങ്ങളില്ല. ഓക്കെ. അതായത് അന്നൊക്കെ ഈ ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട്. എനിക്ക് കുട്ടിക്കാലം തൊട്ട് ഈ അനിമൽസിനോട് അല്ലെങ്കിൽ പക്ഷികളോട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എൻ്റെ വീട്ടിലിപ്പോഴും 3-4 ഡോഗുണ്ട്. എനിക്ക് ഒരുപാട് അതെ. അപ്പോൾ കുട്ടിക്കാലത്ത് അന്ന് ഫ്രൈഡേ മാർക്കറ്റിൽ അണ്ണാൻ, എലി മീൻസ് വെള്ള എലി, പിന്നെ പ്രാവ്, തത്തകൾ, മയിൽ, കുരങ്ങ്,
ലവ് ബേർഡ്സ്, ഞാൻ വളർത്താത്ത സംഗതികളില്ല, ഇതെല്ലാം പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് വളർത്തലാണ് പ്രധാന ജോലി. പിന്നീട് ഞാനൊരു 7th സ്റ്റാൻഡേർഡൊക്കെ എത്തിയപ്പോൾ ഇതൊരു കച്ചവടമായി മാറി. ഞാൻ ഈ ലവ് ബേർഡ്സ് 200-300 ലവ് ബേർഡ്സ് വീട്ടിൽ ബ്രീഡ് ചെയ്യുന്നതിനൊക്കെ വിൽക്കാൻ കൊണ്ടുപോവുക. അങ്ങനെ പെറ്റ്സ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആനയുണ്ട്. അതാണ് ശ്രീജാറാം പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു ആനപ്രേമി എന്നേ അറിയുള്ളൂ. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആനക്കാരനാവണം എന്നുള്ള ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു. അതായിരിക്കും ചിലപ്പോൾ ഒരു ആനയെ മേടിച്ച് അങ്ങനെയെങ്കിലും ആനപ്പുറത്ത് കയറി. അതൊരു വളരെ പോസിറ്റീവ് ട്രേറ്റ് ആയിട്ട് ഞാൻ കാണുന്നു. കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഞാൻ തന്നെ ചെയ്ത് അതിൻ്റെ ഭാഗമാകുന്നു. എനിക്ക് വളരെ സന്തോഷം. ഒരു വൺ ലാസ്റ്റ് വേർഡ് അബൌട്ട് സോപാനം. സിൻസ് യു വെർ ഹിയർ ഫോർ ദം ആൻഡ് അവരോടൊപ്പം ആ ഒരു സ്റ്റേജ് നമ്മൾ കണ്ടു, മഹത്തായ ഒരു സ്റ്റേജ്, 16 വർഷത്തെ. അതിന് ബിയോണ്ട് ദ വേർഡ്സ്, അതിനെന്താ പറയുക, എനിക്കൊരു പറയാൻ വാക്കുകളില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതാണ്, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത്, ഇത്തരം ഒരുപാട് സംഗതികൾക്ക്. ഒരുപക്ഷെ ഈ ചെണ്ടയും അല്ലെങ്കിൽ ഇത്തരം സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരാൾ ഞാനായിരിക്കും, അതർ ദാൻ സിനിമ. ഇത് സംതിങ്, ആ ഒരു മനുഷ്യൻ സന്തോഷ് കൈലാഷ് ഭയങ്കരം തന്നെ. അദ്ദേഹം അതിൻ്റെ ഒരു ഓർഗനൈസ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം എക്സലൻറ്റ്. ഇന്നലെ ഞാൻ ആ സ്റ്റേജിൽ അതിശയിച്ചു പോയി. ഇത്ര പേരാണ് നിന്ന് സോപാന സംഗീതം എന്ത് മനോഹരമായിട്ടാണ് ഇടയ്ക്ക കൊട്ടി, ഒരു താളം പോലും മിസ്സാവാതെ. അത് അവർക്ക് കാലത്തോട്ട് വൈകുന്നേരം വരെ ഇതല്ല ജോലി. അവർ വേറെ ജോലിക്ക് പോയി ബഹ്റിൻ പോലത്തുള്ള സ്ഥലത്ത് നാട്ടിൽ നിന്ന് വിട്ടുവന്ന് ജോലി കഴിഞ്ഞ സമയത്ത് ആഴ്ചയിൽ 1 മണിക്കൂറൊക്കെ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടാണ് അവർ ഇത്ര മനോഹരമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സമ്മതിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ എൻ്റെ കൂടെ മേളം കൊട്ടിയതിൽ ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് എന്ത് മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഈ ബാക്കിയുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ ഇത് തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്നവരാണ്. ഇവർക്കത് തൊഴിലല്ല എങ്കിൽ പോലും അതിനോട് കാണിക്കുന്ന സ്നേഹം ഭയങ്കരം തന്നെയാണ്. ഇതൊക്കെ അലൗ ചെയ്യുന്ന ഇവിടുത്തെ ഗവൺമെൻറ് തീർച്ചയായും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം തന്നെ തൃശ്ശൂർ പൂരം ദുബായിൽ ഉണ്ടായിരുന്നു. 2 ദിവസം എന്തൊക്കെ റിച്വൽസും അതും ഇതെല്ലാം ആ ഗവൺമെൻറ് അത് അലൗ ചെയ്യുന്നില്ലേ. ആ ഒരു മനസ്സ് സന്തോഷിന് ഇനിയും ഇത് ഒരുപാട് വർഷം കൊണ്ടു കിടക്കാൻ കഴിയട്ടെ. സന്തോഷ്, ഹാറ്റ്സ് ഓഫ്. ഇന്നലത്തെ സ്റ്റേജിൽ മറക്കാനാവാത്ത മറ്റൊരു മുഹൂർത്തം കൂടെ ആയിരുന്നു ബഹ്റൈനിലെ മലയാളികൾക്ക്. കാരണം 2 പത്മശ്രീ അവാർഡീസ്, 2 മേളക്കാർ, പകരം വെക്കാൻ പറ്റാത്ത ഒരു ആശാനും കൂടി ആ സ്റ്റേജിലുണ്ടായിരുന്നു. ശ്രീ മട്ടന്നൂർ, യുവർ റിഫ്ലെക്ഷൻ ഓൺ ദാറ്റ്. ഞാൻ പലപ്പോഴും പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്, നല്ല ഗുരുക്കന്മാരെ ജീവിതത്തിൽ കിട്ടുക എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അത് ഓരോ കാലഘട്ടത്തിൽ, ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല അധ്യാപകരെ കിട്ടുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പറ്റുന്ന അധ്യാപകർ. അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് തിരിഞ്ഞു പോകുമ്പോൾ അവിടെ ഒരു നല്ല ഗുരുനാഥനെ കിട്ടുക. എനിക്കങ്ങനെ ഒരുപാട് ഏറ്റവും നല്ല ഗുരുനാഥന്മാരെ കിട്ടിയ ഒരു ഭാഗ്യം എനിക്കുണ്ട്. അപ്പോൾ പഠിത്തം കഴിഞ്ഞ് മിമിക്രിയൊക്കെ തുടങ്ങിയ കാലഘട്ടത്ത് ആബേലച്ചൻ, കലാഭവൻ, അത് കൂടെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒരു മുമ്പോട്ടേക്കുള്ളൊരു ഭയങ്കര ഇതായിരുന്നു ആബേലച്ചനെ കിട്ടിയത്. അതിനുശേഷം സിനിമയിൽ പത്മരാജൻ സാർ. ചെണ്ടയിൽ എനിക്ക് നേരത്തെ ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൊട്ടാനുള്ള ഫുൾ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കി തന്നത് സാക്ഷാൽ മട്ടന്നൂരാശൻ തന്നെ. പിന്നെ ഈ ഒരു വിദ്യ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് 1 സെക്കൻഡ് കൊണ്ട് ഒരു കുട്ടിയുടെ തലയിൽ കയറുന്ന പോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ അദ്ദേഹത്തെ പോലെ വേറൊരാളില്ല. ഭയങ്കരമാണ് ആ വിദ്യ വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ. നന്നായിട്ട് കൊട്ടുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ നമുക്കുണ്ട്. പക്ഷേ ഒരു വിദ്യ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു തരിക. അദ്ദേഹത്തോടൊപ്പം നല്ല വേദി പങ്കിടാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ സന്തോഷം, ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ശ്രീരാജും ശ്രീകാന്തും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ് ആൻഡ് ഓൾസോ എ സേഫ് ഫോർവേഡ്. താങ്ക് യു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബഹ്റൈനിലുള്ള കിങ്ഡം ഓഫ് ബഹ്റൈൻ, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നാഷണൽ ഡേ വരുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്തെ നാഷണൽ ഡേ വരുന്നു. അതിനുള്ള ആശംസ പറയുന്നു. അത് കഴിഞ്ഞാൽ ക്രിസ്മസ് വരുന്നു. മെരി ക്രിസ്മസ് ആൻഡ് വണ്ടർഫുൾ ഹാപ്പി ന്യൂ ഇയർ 2026. എല്ലാവർക്കും എല്ലാ നന്മകളും കൊണ്ടുതരട്ടെ. താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് ജാക്കറ്റ്. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.
So that was the one and only Padma Shri Jairam with us on Aditi.